എല്ലാവർക്കും നമസ്തേ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയായ സുഗതനെ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമാകുന്നു. നമ്മളെല്ലാം അത് വാർത്ത കണ്ടതാണ്. അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ സുഗതൻ്റെ വീട്ടിൽ രാത്രിയിൽ ഇരച്ച് കയറി ചെന്ന് ഒരു പ്രകോപനമില്ലാതെ ആകാശത്തോട്ട് വെടിവെച്ച്, അതായത് സുഗതൻ്റെ ഭാര്യയും കുഞ്ഞും ഒത്ത് താമസിക്കുന്ന വീട്ടിൽ കയറി ചെന്ന് ആകാശത്തോട്ട് വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് സുഗതനെ പിടിച്ചുകൊണ്ടുപോയത്. ആകാശത്തോട്ട് വെടിവെച്ചത് എന്തിനാണെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. സുഗതന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു കേസ് കൂടി ചുമത്തണം. അതായത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസ് വെടിവെച്ചിട്ടാണ് സുഗതനെ പിടിച്ചത് എന്നൊരു പുതിയ കേസ്, അതായത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസ് കൂടി ചമയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ കേസിന് ബലം വരും, ജാമ്യം നിഷേധിക്കാം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ CPMൻ്റെ പിണിയാളായ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു തറപ്പണി കാണിച്ചത്. അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സുഗതനെ ഇങ്ങനെ പൂട്ടാൻ കാരണം എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. സുഗതൻ്റെ പേരിൽ നിരവധി കേസുകളുണ്ട്. അത് സാധാരണ രാഷ്ട്രീയക്കാരുടെയൊക്കെ പേരിൽ കാണാറുള്ളത്. ഇതിനെക്കാട്ടി വലിയ കേസുകളുള്ള രാഷ്ട്രീയക്കാരുണ്ട് CPMൽ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി തന്നെ അറിയാമല്ലോ നമുക്ക്. വാടിക്കൽ രാമേഷിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുകൂടാതെ തന്നെ നിരവധി കൊലക്കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ CPMൻ്റെ മിക്ക നേതാക്കന്മാരും. ഇവരെ ആരെയും ഒരു കാപ്പ കേസിൽ പെടുത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതും സുഗതൻ്റെ കേസും രണ്ടും രണ്ടാണ്. അതെന്താണ് നമ്മൾ പരിശോധിച്ചാൽ, കഴിഞ്ഞ 40-45 വർഷമായി CPM അടക്കി ഭരിച്ചുകൊണ്ടിരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ അവരെ ഞെട്ടിച്ചുകൊണ്ട് BJP ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറി. ഇത് ഉൾക്കൊള്ളാൻ CPMന് ഇതുവരെ ആയിട്ടില്ല. എങ്ങനെയും BJPയെ ഭരണത്തിൽ നിന്നിറക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം ആകെയുള്ള 100 സീറ്റുകളിൽ 50 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 51 സീറ്റ് വേണം. BJPക്ക് ഒരു സീറ്റിൻ്റെ കുറവ്. എന്നാൽ ഇടതുപക്ഷത്തിന് 29ഉം കോൺഗ്രസ്സിന് 20 സീറ്റുകളുള്ളൂ എന്നുള്ളത് കൊണ്ട് അവർ രണ്ടും കൂടി ഒരുമിച്ച് നിന്നാലും അധികാരം ലഭിക്കുകയില്ല. കാരണം ഒരു സ്വതന്ത്രൻ അദ്ദേഹം BJPയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അതോടെ BJPക്ക് 51 സീറ്റായി, കേവല ഭൂരിപക്ഷമായി. ഇങ്ങനെയുള്ള ആ കോർപ്പറേഷനിലെ ഭരണത്തിൽ നിന്ന് BJPയെ ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് നിർബന്ധമായിട്ടും അവർക്ക് കുറയുകയും പ്രതിപക്ഷത്തിന് അത് വെച്ച് എന്തെങ്കിലും തരികിടകളും തട്ടിക്കൂട്ട് ഒക്കെ നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഒരു കൗൺസിലറിനെ അകത്താക്കാൻ ശ്രമിച്ചത്. കാരണം 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ നഗരപാലിക നിയമം അനുസരിച്ച് അംഗത്വം റദ്ദാകും. ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ് കാപ്പ കേസ് തന്നെ ചുമത്തി ജയിലടയ്ക്കാൻ തീരുമാനിച്ചത്. കാപ്പ കേസ് ചുമത്തിയാൽ പെട്ടെന്ന് ജാമ്യം കിട്ടത്തില്ല. ഈ 2 കേസുകൂടെ, പോലീസിനെ ആക്രമിച്ച കേസുകൂടെ ആകുമ്പോൾ ഇത് ബലപ്പെടും. അപ്പോൾ സുഗതന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല. അടുപ്പിച്ച് 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ അംഗത്വം നഷ്ടമാകും. പിന്നെ
ഈ സ്വതന്ത്രനെ എങ്ങനെയും ചാക്കിലാക്കി ഭരണത്തിൽ വരാമെന്നൊക്കെയാണ് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷ. അവർ രണ്ടും ഒരു മുന്നണിയുടെ ഭാഗമാണല്ലോ അഖിലേന്ത്യാ തലത്തിൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ. ഇതിനു വേണ്ടി ഈ ഇത്തരം അഭ്യാസം കാണിച്ചിട്ട് അതിനുശേഷം അത് ഫലിക്കാതെ വന്നപ്പോൾ നഗരസഭയിൽ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സത്യപ്രതിജ്ഞാ വിവാദവും ശബരിനാഥിൻ്റെ ഗുണ്ടായുസവും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ചെയ്തിട്ടും BJPയുടെ സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് ഈ സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത്രമാത്രം പ്രശ്നം ഉണ്ടായിട്ട്, ഇത്രമാത്രം ഒരു പ്രവർത്തകന് നേരെ ദ്രോഹം ചെയ്തിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു വലിയ കാര്യമായ ചലനമൊന്നുമില്ല. ഇത് സത്യത്തിൽ BJPയുടെ സാധാരണ പ്രവർത്തകരിൽ വളരെയേറെ നീരസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തങ്ങൾക്കും ഈ ഒരു അവസ്ഥ വന്നാൽ തങ്ങളെ സഹായിക്കാൻ BJP നേതൃത്വം കാണുകയില്ല എന്നുള്ള ഒരു ആശങ്കയാണ് ഒരു സാധാരണ BJP പ്രവർത്തകന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ആശങ്കയെ നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിക്ക്, അതായത് കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് ഇറക്കി വിടാതിരിക്കണമെങ്കിൽ ഈ ഒരു അംഗത്തിൻ്റെ കൂടി പിന്തുണ വേണമെന്നിരിക്കെ അത്തരം ഒരു നേതാവിനെ പിടിച്ച് അകത്തിട്ടിട്ട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനെ ആകെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സുഗതൻ്റെ ഈ ഒരു ക്ഷേത്രത്തിലെ ഒരു അക്രമവുമായി ബന്ധപ്പെട്ടാണ് സുഗതനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് അറിയുന്നത്. ആ അക്രമം നടത്തിയതാരാണ്? ക്ഷേത്രത്തിൽ അന്ന് അക്രമം നടത്തിയത് CPM-കാരാണ്. ഇതറിഞ്ഞുകൊണ്ട് ആ പ്രദേശ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഈ സംഭവം അറിഞ്ഞപ്പോൾ സുഗതൻ ആ സ്ഥലത്തെത്തി. അതാണ് സുഗതൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ്. പക്ഷേ ആ അക്രമം നടത്തിയ ആ CPM-കാർക്കെതിരെ ഒരു കേസുമില്ല. ഇതറിഞ്ഞ് അവിടെ എത്തിയ ആളുടെ പേര് കേസ്. കാരണം അന്ന് CPM-ൻ്റെ ഭരണമായിരുന്നു. അവർ CPM ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യം. അങ്ങനെ ഈ CPM-കാർ അവരുടെ അണികളെ, അവരുടെ പ്രവർത്തകരെ എന്ത് ഗുണ്ടായുസം കാണിച്ചാലും സംരക്ഷിക്കുന്ന സ്ഥാനത്താണ് BJP ഈ രീതിയിൽ നിഷ്ക്രിയമായിരിക്കുന്നത്. ഇത് BJPക്ക് വളരെയേറെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഇത് പ്രവർത്തകരിത് മനസ്സിലാക്കിയാൽ നേതൃത്വത്തിന് വൻ തിരിച്ചടിയായിരിക്കും. അവർ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, പ്രവർത്തകരോടൊപ്പം നിൽക്കാത്ത ഈ പ്രസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് BJPക്ക് വളരെ വലിയ തിരിച്ചടിയായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ, മനസ്സിലായിട്ടും എന്തൊക്കെയോ താല്പര്യം കൊണ്ടായിരിക്കാം BJPയുടെ നേതൃത്വം ഒരു പ്രതിഷേധത്തിനും തയ്യാറാകാത്തത്. CPM ആയിരുന്നാലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പിണറായി വിജയൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. അടുത്ത സമയത്ത് പിണറായി വിജയനെ എൻ്റെ എതിരെ അല്ലാതിരുന്നിട്ട് കൂടി പിണറായി വിജയൻ്റെ മകളുടെ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. ഈ അക്രമത്തിന് പരോക്ഷമായുള്ള ആഹ്വാനമായിരുന്നു. നിങ്ങൾ EDയെ തല്ലിക്കൊല്ലുമെന്ന് നേരിട്ട് പറഞ്ഞില്ല. ഏത് പ്രതിസന്ധിയിലും നമുക്കൊരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് ഇവരെ ആവേശം കൊള്ളിച്ചപ്പം അവർ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് വെളിയിൽ നിന്ന് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം EDയെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അത്രമാത്രം വളരെ വലിയ പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടൊരു കേരളത്തിൽ ഒരു മുക്കിലും മൂലയ്ക്കെങ്കിലും ഒരു പ്രതിഷേധ
യോഗം സംഘടിപ്പിക്കാൻ പോലും BJP സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് ഏവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇങ്ങനെയായാൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് പ്രവർത്തകരെല്ലാം പരസ്പരം ചോദിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് BJP ഇങ്ങനെ നിഷ്ക്രിയരായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അണികൾക്ക് മുന്നിൽ അവർ വിശദീകരിച്ചേ മതിയാകൂ എന്നുള്ളത് ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകൻ്റെ ആവശ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലിയൊരു വിഷയം ആയിട്ടുകൂടി ശക്തമായൊരു പ്രതിഷേധവും ഒന്നും സംഘടിപ്പിക്കാൻ കേരളത്തിൽ തെക്ക് നിന്ന് വടക്കേ അറ്റം വരെ ഇതിനെതിരെ ശക്തമായ പ്രചരണം നടത്തി പ്രതിഷേധം സംഘടിപ്പിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രവർത്തകരുടെ ചിന്താവിഷയം. തീർച്ചയായും ആ സംഭവം നടന്ന ഉടൻ തന്നെ ഈ യഥാർത്ഥ കാര്യങ്ങളും CPM-ന് വേണ്ടി കോൺഗ്രസ് സർക്കാർ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ CPM-ന് വേണ്ടി കോർപ്പറേഷൻ ഭരണം തകർക്കാൻ ശ്രമിക്കുന്ന സംഭവത്തെക്കുറിച്ച്, ഈ ഗൂഢാലോചനയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതയുള്ള BJP നേതൃത്വമാണ് ഇതേപോലെ നിഷ്ക്രിയത്വം പാലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇത് ഒരിക്കലും BJPക്ക് ഗുണകരമാവില്ല, ഹിന്ദു സമൂഹത്തിനും ദോഷകരമായി ബാധിക്കും. എല്ലാ പരിവാർ സംഘടനകൾക്കും ഇത് വളരെയേറെ ഭവിഷ്യത്തുണ്ടാക്കും എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയുകയില്ല. അതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.